പ്രിയമുള്ളവരെ, ആദ്യമേ 3 പേരാണ് നമ്മളുടെ ഈ സെഷനിലുള്ളത്. അതിൽ 3 പേരും ഇവിടെ ഇരിക്കുന്ന നാടകവുമായി ബന്ധമുള്ളവരാണ്. ഇത് കേൾക്കാനെത്തിയിരിക്കുന്നവർ കൂടുതലും. അപ്പോൾ ഇവർ 3 പേര് നിങ്ങൾക്ക് സുപരിചിതരായിരിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇതിൽ ജോയ് മാത്യു വളരെ ഫെമിലിയറായ ഫേസാണ് സിനിമയിലൂടെ എന്നതുകൊണ്ട്. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരു വേറെ തരത്തിൽ തിയേറ്ററുമായി അടുത്ത ബന്ധമുള്ള ഒരു ജോയ് മാത്യു ഉണ്ട്. അദ്ദേഹം മലയാള നാടകവേദിയിൽ തന്നെ വളരെ പ്രധാനമായ സ്ഥാനമുള്ള ഒരാളാണ്. അത് നാടക നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, സംവിധായകൻ എന്ന നിലയ്ക്കുമല്ല, അതിഗംഭീരങ്ങളായ നാടകങ്ങൾ എഴുതിയ ഒരു നാടക രചയിതാവാണ് ജോയേട്ടൻ. മധ്യധരണിയാഴി പോലുള്ള നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. സംഘടൽ, ഇങ്ങനെ ഒത്തിരി നാടകം. അതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നാടകവും ഉണ്ട്. അങ്ങനെ ഒരാൾ ഒരു മുഖം ജോയ് മാത്യുവിനുണ്ട്. സിനിമയിലേക്ക് വന്ന ഒരുപാട് പേര് നമുക്കറിയാം തിയേറ്റർ രംഗത്ത് നിന്നാണ് സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. ഒരു പരിധിവരെ തിയേറ്ററാണ് ആദ്യമുണ്ടായ ഒരു കലാരൂപം. അതിൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഫിലിം എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായും സിനിമയിലേക്ക് വന്നിരിക്കുന്ന മികച്ച സിനിമാക്കാരായ പലർക്കും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടുണ്ട്. ജോയേട്ടനും അങ്ങനെ ഒരു അതിശക്തമായ തിയേറ്റർ അല്ലെങ്കിൽ നാടക ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. പിന്നെ ഇതിലിരിക്കുന്നത് പി രാമേന്ദ്രനാണ്. പി രാമേന്ദ്രനെ നമുക്കറിയാവുന്നത്, എല്ലാവർക്കും സുപരിതനായിരിക്കുന്നത് അദ്ദേഹം കവി എന്ന നിലയിലാണ്. അദ്ദേഹം വന്നപ്പോൾ തന്നെ തമാശ പറഞ്ഞു, നാടകാന്തം കവിത്വം എന്ന് തമാശയായി പറഞ്ഞു. പക്ഷേ പി രാമേന്ദ്രൻ ഒരു പൊന്നാനി കളരിയിൽ എന്ന് പറയുന്നത് സാഹിത്യത്തിൻ്റെ ഒരു കളരിയായിട്ടാണ് നമ്മൾ, എന്ന് പറഞ്ഞാൽ ഫിക്ഷൻ്റെ ഒന്നായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ പൊന്നാനിയിൽ അതുപോലെ തന്നെ നാടകത്തിനും വലിയ വേരുകളുള്ള ഒരു സ്ഥലമാണ് പൊന്നാനി. പൊന്നാനിയിൽ നിന്ന് ഇതിനു മുമ്പ് മികച്ച നാടകങ്ങൾ, അല്ലെങ്കിൽ മലയാള നാടകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനമായ സ്ഥാനമുള്ള ഇടശ്ശേരി ഈ പൊന്നാനി കളരിയിലെ ആളാണ്. ഇടശ്ശേരി ഒരേ സമയം കവിയായിരുന്നു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നാടകങ്ങളിലൊന്നായ രാഷ്ട്രീയ നാടകങ്ങൾ എന്ന് പറയാവുന്ന, അതല്ലെങ്കിൽ മലയാളത്തിലെ രാഷ്ട്രീയ നാടകം തുടങ്ങുന്നത് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷിയിലും അതുപോലെ തന്നെ അതിനു മുമ്പ് തീർച്ചയായും കെ ദാമോദരൻ്റെ പാട്ടവാക്കിയിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ഈ പാട്ടവാക്കിക്കും എനിക്ക് തോന്നുന്നു ഒരു പൊന്നാനി ബന്ധമുണ്ടെന്ന്. കാരണം പൊന്നാനിയിൽ നടന്നൊരു കർഷക സമരത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ദാമോദരൻ പാട്ടവാക്കി എഴുതുന്നത്. ഈ ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി നാടകം പിന്നീട് വീണ്ടും അവതരിപ്പിച്ചപ്പോൾ അതിൽ ചുക്കാൻ പിടിച്ച, അതിൻ്റെ പിന്നിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരാളാണ് പി രാമേന്ദ്രൻ. പി രാമേന്ദ്രൻ അങ്ങനെ തിയേറ്ററിനോട് കടുത്ത അഭിനിവേശമുള്ള ഒരു പോയറ്റാണ് ഒരാൾ. പിന്നെ ഒന്ന് ശൈലജയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശൈലജയെ ഇതുപോലെ തന്നെ തിയേറ്ററുമായി ബന്ധമുള്ള ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നാടക പ്രവർത്തകർക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ഏറ്റവും ശക്തമായ ഏറ്റവും പോപ്പുലറുമായ ഒരു സംഘടനയാണ് നാടക്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ശൈലജ ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വളരെ അക്കാദമികമായി തന്നെ നാടകത്തിൽ പഠനം പൂർത്തിയാക്കിയ ഒരാളാണ്. ഇതിനൊക്കെ ഉപരിയായി കേരളത്തിൽ ഒരു രാജ്യാന്തര നാടകോത്സവം തൃശ്ശൂരിലുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്ഫോക്ക് എന്ന് പറയുന്ന ഈ നാടകോത്സവത്തിൻ്റെ അതിൻ്റെ സ്ഥാപക ഡയറക്ടർ ശൈലജയാണ്. നമ്മുടെ പഴയ അന്തരിച്ച നടൻ മുരളി സംഗീത നാടക അക്കാദമി ചെയർമാനായിരിക്കുന്ന കാലത്താണ് ഈ രാജ്യാന്തര നാടകോത്സവം തുടങ്ങുന്നത്. അന്ന് മറ്റൊരു ചിന്തയുമില്ലാതെ അതിൻ്റെ ആദ്യത്തെ ഡയറക്ടറായി നിയമിച്ചത് ശൈലജയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തിയേറ്ററിനോടുള്ള അവരുടെ ബന്ധം, അല്ലെങ്കിൽ തിയേറ്റർ എത്രമാത്രം ഒരു സമർപ്പണത്തോടെ എടുക്കുന്ന ഒരാളാണ് ശൈലജ എന്ന് നമുക്കറിയാം. ഈ 3 പേരാണ് നമ്മളുടെ ഇതിൽ സംസാരിക്കാനുള്ളത്. പിന്നെ ഇവിടെ ആവർത്തിച്ചിങ്ങനെ നേരത്തെ പറഞ്ഞു, നാടകം നാട്ടിലുണ്ടോ എന്നാണ് ഇതിൻ്റെ വിഷയം എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ അതൊരു വിവാദമായേക്കാവുന്ന ഒന്നാണ്. ഇപ്പോൾ നാടകം നാട്ടിൽ ചിലപ്പോൾ കൂടുതൽ പ്രസക്തമായി വരുന്നൊരു കാലമായിരിക്കാം. നാടകം നാട്ടിലുണ്ടോ എന്നത് ചിലപ്പോൾ പ്രാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പേരായിരിക്കാം. എന്തായാലും അത് ആ തരത്തിൽ തന്നെ ഇതിൻ്റെ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിനൊരു ആമുഖം ആവശ്യമാണ്. ഈ ചർച്ചയ്ക്ക് നാടകം നാട്ടിലുണ്ടോ എന്നൊരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തോട് ഇന്ന് മുമ്പ് ഉള്ളതുപോലെ തന്നെ നാടകത്തിന് ഇന്നും അത്രയും സജീവമാണോ നാടകം ഇന്നത്തെ കാലത്തും? ഈ ഒരു ചോദ്യത്തോട് ആമുഖമായി പ്രതികരിക്കാൻ വേണ്ടി 3 പേരും അതിനൊരു ആമുഖ പ്രതികരണം നടത്തുമെന്ന് ഞാൻ കരുതുന്നു. ആ ആമുഖ പ്രതികരണത്തിന് വേണ്ടി ഞാൻ ആദ്യം ശ്രീ ജോയ് മാത്യുവിനെ ക്ഷണിക്കുന്നു. കോഴിക്കോട്ടുകാർക്ക് എൻ്റെ നമസ്കാരം. എനിക്ക് 3 നാടക പ്രവർത്തകരെ സ്മരിച്ചുകൊണ്ടാണ് ഞാനത് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നത്.
അടുത്ത കാലത്ത് അന്തരിച്ച ഡോക്ടർ രാമേന്ദ്രൻ മുഖേരി, നാടികദ്ദിക ബേബി, സോബി സൂര്യഗ്രാമം, അവരെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. സത്യത്തിൽ നാടകം നാട്ടിലില്ല. ഒറ്റ വാക്കിൽ പറയാവുന്നൊരു ഉത്തരം എനിക്കുള്ളത്. കാരണം നമുക്കൊക്കെ നാടകത്തോട് സ്നേഹവും അഭിനിവേശവും താല്പര്യമൊക്കെ ഉണ്ട്. എല്ലാവർക്കും നാടകം കാണാനും താല്പര്യമാണ്. പക്ഷെ നാടകം കളിക്കാൻ എത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പല കലാരൂപങ്ങളും ഒരു കാലം കഴിഞ്ഞാൽ അത് അപ്രസക്തമാവും, അത് കാലാഹരണപ്പെട്ടു പോകും. മാറി വരുന്ന പരിഷ്കാരങ്ങൾ, കലാപരമായ പുതിയ സങ്കേതങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ പല കലാപ്രവർത്തനങ്ങളും ഇല്ലാതെ. ഇപ്പോൾ കഥാപ്രസംഗം തന്നെ ഉദാഹരണം എടുക്കാം. പണ്ട് വളരെ പോപ്പുലറായിരുന്ന ഒന്നായിരുന്നു കഥാപ്രസംഗങ്ങൾ. ഇപ്പോൾ കഥാപ്രസംഗങ്ങൾ അമ്പലപ്പറമ്പുകളിൽ പോലുമില്ല. അതുപോലെ കൂത്ത്, കൂടിയാട്ടം, ഇതൊക്കെ മത്സരവേദികളിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയി. ഒരർത്ഥത്തിൽ നാടകവും ഇപ്പോൾ മത്സരവേദികളിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒറ്റപ്പെട്ട നാടക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. കലാനിലയത്തിൻ്റെ നാടകം ഇപ്പോൾ ഒരു മാസമായിട്ട് കണ്ടിന്യൂസ് ആയി കൊടുങ്ങല്ലൂർ കളിക്കുന്നു. പ്രൊഫഷണൽ നാടകവേദികളൊക്കെ എണ്ണത്തിൽ വളരെയധികം കുറഞ്ഞുപോയി. അമച്വർ നാടക സംഘങ്ങളും കുറഞ്ഞു. തെരുവ് നാടകങ്ങൾ തീരെ ഇല്ലാതെയായി. കാരണം കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നമ്മുടെ സൊസൈറ്റി മാറിയിരിക്കുന്നു. സൊസൈറ്റിയുടെ ഭാവുകത്വം മാറിയിരിക്കുന്നു. നമ്മൾ ഡിജിറ്റൽ ലോകത്താണെന്നുള്ള യാഥാർത്ഥ്യം ആദ്യം നമ്മൾ അംഗീകരിക്കുക. ഇപ്പം മനുഷ്യർ ഏറ്റവും അധികം എളുപ്പത്തിൽ കാണുന്നതും ആസ്വദിക്കുന്നതും റീലുകളാണ്. ഇപ്പോൾ ഈ നാടക ചർച്ചയ്ക്ക് പകരം ഇപ്പോൾ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന റീലുകളിലെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ അധികം ആൾക്കാർ ഇവിടെ ഉണ്ടാവും. കാരണം ഞാനടക്കം അതിൻ്റെ ആരാധകനാണ്. എത്രയോ നടീനടന്മാർ, അവർ നടീനടന്മാരൊന്നുമല്ല, വളരെ സാധാരണ മനുഷ്യർ ഓരോ ദിവസവും പല പല റീലുകൾക്ക് കൂടെ നമ്മുടെ മുമ്പിൽ പല പല കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏറ്റവും സ്പീഡിൽ, ഏറ്റവും എളുപ്പത്തിൽ ആസ്വദിക്കാവുന്ന കല നമ്മുടെ കയ്യിൽ, നമ്മുടെ മൊബൈലിലുള്ളപ്പോൾ നമ്മൾ നാടകം കാണാൻ പോകണമെങ്കിൽ അത്രമാത്രം നമുക്കതിനോട് താല്പര്യം, സമയം, പണം ഒക്കെ ഉണ്ടാവണം. അതാണ് ഈ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറുന്നു എന്ന് പറയുന്നത്. അങ്ങനൊരു മാറ്റം മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ സിനിമയിലേക്ക് മാറിയത്. എനിക്കറിയാം നാടകത്തിൽ എന്നാൽ പിഴച്ചു പോകില്ല, അരി വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്, നാട് നന്നാക്കാനൊന്നുമല്ല. നാട് നന്നാക്കാനൊക്കെ വേണ്ടി പണ്ട് തെരുവുനാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ അതിലേക്ക് വരാം. കേരളത്തിൽ തന്നെ ഒരു 5 കൊല്ലം മുമ്പ് വരെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ശാസ്ത്രമേളകൾ, അല്ല ശാസ്ത്ര നാടകങ്ങൾ, ഓരോ തിരുവോരങ്ങളിലും ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്ന നാടകങ്ങൾ, രാഷ്ട്രീയ തെരുവ് നാടകങ്ങൾ. ഇപ്പോൾ രാമേന്ദ്രൻ മുഖേരിയുടെ മരണത്തോടുകൂടെ രാഷ്ട്രീയ തെരുവ് നാടകങ്ങളും അവസാനിച്ചു. ഇന്നിപ്പോൾ തെരുവ് നാടകം കളിക്കാൻ ആളില്ലാത്തത് മാത്രമല്ല, ധൈര്യമില്ലാത്തതും കൂടിയാണ് പ്രശ്നം. കാരണം തെരുവ് നാടകങ്ങൾ എപ്പോഴും അത് രാഷ്ട്രീയ വിമർശനം ഉൾക്കൊള്ളുന്നതാണ്. ഈ രാഷ്ട്രീയ വിമർശനം സഹിക്കാൻ പറ്റാത്ത ഒരു ജനതയാണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം. നിങ്ങൾ ഒരു അനീതിക്കെതിരെ, ഒരു സംഭവത്തിനെ നിങ്ങളിവിടെ ഒരു തെരുവുനാടകം അവതരിപ്പിച്ചാൽ പോലീസിനേക്കാൾ ആദ്യം നിങ്ങളെ തടയുക മറ്റു ചിലരായിരിക്കും. അതുകൊണ്ട് തന്നെ തെരുവ് നാടകങ്ങൾ കളിക്കാൻ ആൾക്കാർക്ക് ഭയമായിരിക്കും. നമ്മളുടെ കവികളും എഴുത്തുകാരുമൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നത് പോലെ തന്നെ എന്തനീതി കണ്ടാലും മിണ്ടാതിരിക്കുന്ന അതേ ഭീതി നാടകക്കാരെയും ഗ്രസിച്ചിരിക്കുന്നു. അങ്ങനെ തെരുവ് നാടകങ്ങളും കേരളത്തിലില്ലാതെയായി. ഇത് പൂർണ്ണമായും ഇപ്പോൾ ശൈലജയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇതിനെതിർത്ത് പറയാം. ഞങ്ങൾ നാടകക്കാർ, നാടകം എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, വളരെ നല്ലതാണ്, പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കുറച്ച് കാണുകയല്ല. പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അത് ശരിയായിക്കൊള്ളൊന്നുമില്ല, അത് എൻ്റെ നിരീക്ഷണം മാത്രമാണ്. എനിക്ക് നാട് നീളം നടന്ന് നാടകം കാണാനൊന്നും പറ്റിയിട്ടുമില്ല. എന്നാലും എൻ്റെ പരിമിതമായ അറിവിൽ വെച്ച് നാടകത്തിൻ്റെ ഒരു സീസൺ കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ അത് ചരമത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടകരമാവും, നിങ്ങൾ എതിർക്കും. ഇവിടെ മാതൃഭൂമിയുടെ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ഒരു 4 കൊല്ലം മുമ്പ്, DC ബുക്സിൻ്റെ ലിറ്റററി ഫെസ്റ്റിവൽ. അന്നും നാടക ചർച്ചയിൽ ഞാനിത് പറഞ്ഞപ്പോൾ പലരും രോഷാകുലരായി. കാരണം പെട്ടെന്ന് നമുക്ക് സത്യങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്.
പക്ഷെ അതാണ് സത്യം. എത്ര രക്ഷിതാക്കൾ കുട്ടികളോട് മക്കളെ പോയി നാടകം കളിക്കുക അല്ലെങ്കിൽ ഈ ഒരു നാടകക്കാരനാവെന്ന് പറയും? ആരും പറയില്ല. മത്സരത്തിന് മാർക്ക് കിട്ടാൻ വേണ്ടി, ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നാടകത്തിൽ അഭിനയിപ്പിക്കും, അതിനുവേണ്ടി പണം ചിലവാക്കും. അല്ലാതെ പ്രൊഫഷണലായിട്ട് ഈ നാടകത്തെ എടുക്കുന്ന രക്ഷിതാക്കൾ തുലവും കുറവാണ്. പിന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു മീഡിയ എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോഴും നാടകം എഴുതാൻ ശ്രമിക്കുന്നുണ്ട്, എഴുതുന്നുമുണ്ട്. അത് നമുക്കില്ലാതെ പോയ ഒരു സംഗതിയും നാടക സാഹിത്യത്തിൻ്റെ, അത് വേറൊരു വിഷയമാണ്, അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഇത്രയുമാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. നാടകം കാണാൻ ആളില്ല, അല്ലെങ്കിൽ നാടകം കളിക്കാൻ ആൾ കുറഞ്ഞു വരുന്നു. ഇതിനൊക്കെ കാരണം നമ്മൾ ഗ്രസിച്ചിരിക്കുന്ന സാമൂഹ്യമായ ഒരു ഭയം, അതാണ് കാരണം. ജോയ് മാത്യുവിൻ്റെ ഒരു അഭിപ്രായമാണ് ഈ വിഷയത്തോടുള്ള പ്രതികരണം. അതുപോലെ തന്നെ നമുക്ക് അടുത്തായി പി രാമേന്ദ്രൻ്റെ ഒരു പ്രതികരണം കൂടെ കേൾക്കാം. നാടകപ്രേമികളുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള കോഴിക്കോട് വെച്ചിട്ട് നാട്ടിൽ നാടകമില്ല എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. എന്ന് മാത്രമല്ല, ഞാൻ ഇക്കാര്യത്തിൽ ഞാൻ ജോയ് മാത്യുവിനോട് വിയോജിക്കുന്ന ഒരാളാണ്. നാടകം നാട് നീങ്ങിയിട്ടൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാത്രമല്ല, അതിൻ്റെ കേരളത്തിൽ തന്നെ ഏറ്റവും സജീവമായ നാടക പ്രവർത്തനങ്ങൾ നടന്ന, ഞങ്ങളൊക്കെ അസൂയോടുകൂടി കണ്ടിട്ടുള്ള ഒരു പ്രദേശമാണ് അവിടെ. ജയപ്രകാശ് കുടൂർ മുതൽ മധുമാഷ്, അത് നമ്മുടെ ദേശപോഷണം ഇവിടുത്തെ വായനശാലകൾ, ഇങ്ങനെ ഗംഭീരമായ നാടക പ്രവർത്തനങ്ങളുടെ ഒരു നാടാണ് കോഴിക്കോട്. ഇന്നും നാടകം ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നാടകം നാട്ടിലുണ്ട്, പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, നാട്ടുകാരുടെ ആവശ്യമായിട്ടല്ല നാടകം നിൽക്കുന്നത്, നാടകപ്രവർത്തകരുടെ ആവശ്യമായിട്ടാണ് ഇപ്പോൾ നാടകം നിലനിൽക്കുന്നത് എന്നുള്ളൊരു വിഷയമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു ഒരു ഒരു പ്രാക്ടീസിങ് നാടക പ്രവർത്തകനല്ല. എൻ്റെ ഈ പറഞ്ഞ പോലെ സർഗാത്മക ആവിഷ്കാര മേഖല എന്ന് പറയുന്നത് കവിതയും സാഹിത്യമൊക്കെയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പൊന്നാനിയിൽ ഇത് രണ്ടും ഒന്ന് തന്നെയായിരുന്നു, ഇത് തമ്മിൽ ഭേദമുണ്ടായിരുന്നില്ല. ഇടശ്ശേരി കവിത എഴുതുക മാത്രമല്ല, നാടകം എഴുതുകയും ചെയ്തിരുന്നു, അക്കിത്തം അതിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു, PC കുട്ടികൃഷ്ണൻ അത് സംവിധാനം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ കലകളുടെ ഒരു കൂട്ടുകൃഷി രൂപപ്പെട്ടൊരു പ്രദേശമാണ് പൊന്നാനി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ശൈലജയെ പോലെയുള്ള ഒരു പ്രാക്ടീസിങ് തിയേറ്റർ പേഴ്സൻ്റെ മുമ്പിൽ നിന്നിട്ട് എനിക്കിത് പറയാനുള്ള ഒരു അർഹതയില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരു സഹൃദയൻ എന്നുള്ള രൂപത്തിൽ മാത്രമേ എൻ്റെ വിലയിരുത്തലുകളെ കണ്ടാൽ മതി. അപ്പോൾ ഒന്നാമത് പ്രശ്നം ഇതാണ്, നാടകം നാട്ടിലുണ്ട്, പക്ഷേ അത് ഇപ്പോഴും നാടക പ്രവർത്തകരുടെ ഒരു ആവശ്യമായിട്ടാണ് നിൽക്കുന്നത്, നാടിൻ്റെ ഒരു ആവശ്യമായിട്ടല്ല വരുന്നത് എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു അങ്ങനെ ആയിരുന്നില്ല ഒരു കാലത്ത്, സമൂഹത്തിൻ്റെ ആവശ്യമായിരുന്നു നാടകം. അപ്പോൾ പഴയ കാലത്ത് ആളുകൾ പറയുന്നത് വെച്ചാൽ നാടകത്തിന് ഒരു സാമൂഹ്യ പ്രതിബദ്ധത വേണം എന്ന് പറഞ്ഞിട്ടാണ് പഴയ കാലത്ത് നാടകങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ കോഴിക്കോടിൻ്റെ തന്നെ KT മുതൽ VT മുതൽ KT വരെയുള്ള കേരളത്തിലെ എല്ലാത്തിനും വന്നിട്ടുള്ള ഒരു പ്രധാന ചോദ്യം ഇതാണ്. ഇതൊരു പെഡഗോഗിക്കലായിട്ട് സമൂഹത്തെ പഠിപ്പിക്കുന്ന നയിക്കാനുള്ള ഒരു പാഠ പ്രവർത്തനമായിട്ടാണ് നാടകത്തെ ആദ്യകാലത്തൊക്കെ കണ്ടിരുന്നത്. ഇപ്പോൾ ഈ നാടകത്തിന് സാമൂഹ്യ പ്രതിബദ്ധത വേണം എന്നായിരുന്നു അന്നത്തെ കാലത്തെ. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചോദിക്കുന്നത് സമൂഹത്തിനൊരു നാടക പ്രതിബദ്ധത വേണ്ടേ തിരിച്ച്. കാരണം നാടക പ്രവർത്തനം ജീവിക്കാൻ നാടകം കൊണ്ട് ഈ പറഞ്ഞ പോലെ ജോയ് മാത്യു പറഞ്ഞതിൽ ഒരു വാസ്തവമുണ്ട്. കാരണം ഈ നാടകം ചെയ്ത് ജീവിക്കാൻ അസാധ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ടിക്കറ്റ് എടുത്ത് നാടകം കാണുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇല്ലാതായിപ്പോയത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പലപ്പോഴും പുരോഗമന പ്രസ്ഥാനങ്ങൾ അവരുടെ ആശയപ്രചരണത്തിന് വേണ്ടി നാടകങ്ങളെ സൗജന്യമായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് നാടകം സൗജന്യമായിട്ട് കാണിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു വന്നു ചേർന്നു. എങ്ങനെയോ ആശയപ്രചരണത്തിനുള്ള പുരോഗമന ആശയങ്ങൾ കൊടുക്കാനുള്ള ഒരു റാപ്പർ മാത്രമാണ് ഈ നാടകം എന്നുള്ളൊരു വന്നു. അതിൻ്റെ ഈസ്തെറ്റിക്കലുകളായുള്ള അംശങ്ങളൊക്കെ അവഗണിച്ചു ഒരു കാലത്ത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചോദിച്ചാൽ തിയേറ്റർ ഗോവേഴ്സ് ഇല്ല, ടിക്കറ്റ് എടുത്ത് നാടകം കാണുന്ന ആൾക്കാരില്ലാതെ ആ തരത്തിൽ നാടകത്തെ അണിയിച്ചൊരുക്കുന്ന രീതികളില്ലാതെ. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇറ്റ്ഫോക്കിനെ പോലെ ഇന്ത്യയിൽ തന്നെ രാജ്യാന്തര നാടകോത്സവം നടക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ.
തൃശ്ശൂർ ഈ തേക്കിൻകാട് മൈതാനം ആ പ്രദേശം. പക്ഷേ ഈ രാജ്യാന്തര നാടകോത്സവം ഇത്രയും വർഷങ്ങളായിട്ട് 8 or 10 എഡിഷൻസായി ഇപ്പോഴും നാടകം മാത്രം കളിക്കുന്നൊരു തിയേറ്റർ കേരളത്തിലില്ല, തൃശ്ശൂരില്ല. എന്നും വൈകുന്നേരം ആയാൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നാടകം കാണാവുന്ന ഒരു തിയേറ്റർ ഇവിടെ ഇല്ല. ഇപ്പോൾ ബോംബെയിൽ ജൂഹുവിൽ പിന്നെ ഒരു പൃഥ്വി തിയേറ്റർ, ആ പൃഥ്വി തിയേറ്ററിൽ 6:30 എന്ന സമയമായി കഴിഞ്ഞാൽ അവിടെ പ്ലേ ഉണ്ടായിരിക്കും. 4 പേരേ ഉള്ളൂവെങ്കിൽ അന്ന് അവിടെ നാടകം നടന്നിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഇതുണ്ടായിട്ടും ഈ തിയേറ്റർ, നല്ല തിയേറ്റർ ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പരിമിതിയാണ്. ഇപ്പോൾ നല്ല പ്ലേ ഗ്രൗണ്ട് ഉണ്ടെങ്കിലേ അവിടെ നല്ല കളിക്കാരുണ്ടാവുള്ളൂ, നല്ല സ്റ്റേഡിയങ്ങൾ വേണം, അവിടെ നല്ല കളിക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നല്ല തിയേറ്റർ സൗകര്യങ്ങളുണ്ടെങ്കിലേ നമ്മുടെ നാട്ടിൽ നല്ല നാടകങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ ഈ തിയേറ്ററിനോടുള്ള ഒരു അവഗണന ഉണ്ട്. ഒരു ഭാഗത്ത് ഈ ഇറ്റ്ഫോക്ക് പോലെയുള്ള അവതരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ തിയേറ്ററിൽ നമ്മുടെ നാട്ടിൽ പുറത്ത് ഉണ്ടാകുന്നില്ല. പിന്നെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് നാടും ഒരു അടുത്ത വർഷം ഒരു മാൾ പ്രത്യക്ഷപ്പെടാവുന്ന വിധത്തിൽ നഗരമായിക്കൊണ്ടിരിക്കുന്ന നാട്ടുമ്പുറങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പോൾ പ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നുള്ളതാണ് കവി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നാട്യപ്രധാന നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്യം നഗരത്തിലാണ്, നഗരത്തിലാണ് നാടകം ഉള്ളതല്ല, നഗര ജീവിതത്തിൽ നാടകമേ ഉള്ളൂ എന്നുള്ളതാണ്. അതേസമയം നാട്ടിൻപുറത്തുള്ള നാടകത്തിൽ ജീവിതമുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ തിരിച്ച് പറയാവുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് പ്രശ്നം, നാടകത്തിനെ ഗൗരവപൂർവ്വം കാണുന്ന നാടകപ്രവർത്തകർക്കിടയിൽ മാത്രമായി നാടകം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പരിമിതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഒരു എന്താ പറയുക, ഇപ്പോൾ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകുന്നത് പോലെ ഇപ്പോൾ നമുക്ക് കൈരളി ശ്രീത്തിലുള്ള തിയേറ്ററുകൾ, സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി തിയേറ്ററുകൾ കേരളത്തിൽ ഇപ്പോൾ ഇവിടെയുണ്ട്, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ നാടകം മാത്രം കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിയേറ്റർ ഇതുവരെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തല സൗകര്യങ്ങളുടെ അഭാവം നാടകത്തെ ഇൻവിസിബിളാക്കിയിട്ട് നിർത്തുന്നുണ്ട്. അത് നാടകം മുടിഞ്ഞു പോയിട്ടില്ല, നാട് നീങ്ങിയിട്ടുമില്ല, അതിവിടെ ഉണ്ട്. പക്ഷേ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ പ്രതികരണം എന്നുള്ളതിൽ പറയാനുള്ളത്. തീർച്ചയായും മറ്റൊരു വിധത്തിലാണ് പി രാമചന്ദ്രനെ കാണുന്നത്. നാടകക്കാരുടെ ഒരു ആവശ്യം മാത്രമാണ്, അത് നാട്ടുകാരുടെ ആവശ്യമല്ലാതായിരിക്കുന്ന ഒരവസ്ഥയുണ്ടോ എന്നൊരു സംശയമാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ശൈലജ 24 മണിക്കൂറും നാടകത്തിൽ തന്നെ മുഴുകിക്കഴിയുന്ന ഒരാളെന്ന നിലയ്ക്ക് ശൈലജയ്ക്ക് മറ്റു രീതിയിൽ ഇതിൽ പ്രതികരിക്കാനുണ്ടാവും. ഞാൻ ശൈലജയെ ക്ഷണിക്കുന്നു. ഒരു പ്രതികരണം എങ്ങനെയാണ് ഇവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട ജോയ് മാത്യു എൻ്റെ പേര് പരാമർശിച്ചു, ഞാൻ എന്തായാലും എതിർക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. അത് ഒരു നല്ല കാര്യമാണ്. കാരണം അത് എതിർക്കും എന്ന് പറയുമ്പോൾ ജോയ് മാത്യു പറഞ്ഞതിനകത്തിൽ ജോയ് മാത്യുവിന് അത്ര ഉറപ്പില്ല എന്നും കൂടി ഒരു കാര്യം അവിടെ അടിവരയിടുകയാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമാണ് ഈ വിഷയം. ഇവിടെ അവതരിപ്പിച്ചത് തന്നെ ഒരു തെറ്റായ രീതിയാണ്. ഇപ്പം സിനിമ നാട്ടിലുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കോ? ഇല്ല. നാടൻ പാട്ടുണ്ടോ എന്ന് ചോദിക്കോ? ഇല്ല. നാടകം നാട്ടിലുണ്ടോ എന്നൊരു ചോദ്യം രൂപപ്പെടുത്തുന്നതിൻ്റെ പിന്നിലും ആ നാടക കലയോടുള്ള, അല്ലെങ്കിൽ ആ മേഖലയിൽ പണിയെടുക്കുന്ന, നിസ്വാർത്ഥമായോ സ്വാർത്ഥമായോ എങ്ങനെയെങ്കിലുമൊക്കെ പണിയെടുക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇപ്പോഴും കേരളത്തിലുണ്ട്. അത് അക്കാദമിക്കായിട്ടുള്ളവരുണ്ട്, അക്കാദമിക് അല്ലാത്തവരുണ്ട്, പലതരത്തിലുള്ള ആയിരക്കണക്കിന് മനുഷ്യർ പ്രൊഫഷണൽ നാടക മേഖലയിലും അമേച്ചർ നാടക മേഖലയിലും കുട്ടികളുടെ നാടക മേഖലയിലും ജെറിയാട്രിക് തിയേറ്റർ എന്ന് പറഞ്ഞ് 70 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ നാടക മേഖലയിൽ, അങ്ങനെ നിരവധിയായ. ഇപ്പം നാടകം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ പൊതുവെ ഒരു സ്ക്രിപ്റ്റ്, ഒരു സംവിധായകൻ, കുറച്ച് നടന്മാർ, ഒരു പ്രൊസീനിയം, തിയേറ്റർ, അവിടെ ബ്ലോക്കിങ്, അഭിനയം, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, പ്രോംപ്റ്റ് ചെയ്യൂ, ആ ഒരു നാടക സങ്കല്പത്തിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. നാടകം നൂറ്റാണ്ടിന് മുന്നോട്ട് പോയി. നാടകത്തിൽ സാധ്യത കുറവായതുകൊണ്ടും അവിടെ പൈസ കിട്ടില്ല എന്നുള്ളത് വളരെ സ്വയം വിമർശനം അല്ല, ഒരു സ്വന്തം കാര്യം തുറന്നു പറഞ്ഞ ജോയ് മാത്യു അത് വളരെ സത്യമാണ്. അതൊരു ശരിയാണ്, അത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. പക്ഷേ എങ്ങനെയാണ് ഒന്നിന് ഡിമാൻഡ് ഇല്ല എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? നാടകം കമ്പോളത്തിൽ വെച്ചിട്ടില്ല കേരളത്തിൽ ഇതുവരെ. കമ്പോളത്തിൽ വെച്ചിട്ട് അത് ഏറ്റെടുക്കാൻ ആളുണ്ടോ എന്നറിഞ്ഞിട്ടല്ലേ നാട് നീങ്ങിയോ മരിച്ചോ 16 അടിയന്തരം കഴിഞ്ഞോ എന്ന് അറിയാൻ പറ്റൂ. കമ്പോളത്തിൽ വെച്ചിട്ടില്ല.
കമ്പോളത്തിലേക്ക് നാടകത്തെ കൊണ്ടുവരാതിരിക്കുന്നതിൻ്റെ പിന്നിലും വലിയൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ കോഴിക്കോട് ടൗണിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു 4 ആൾ കൂടി നിന്ന് നാടകം എന്ന് പറയുന്ന ഒരു അഭ്യാസം നടക്കാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൻ്റെ 100 കണക്കിന് ഗ്രാമങ്ങളിൽ മനുഷ്യർ നാടകത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് രാവും പകലും കഴിച്ചു കൂട്ടുന്നത് വളരെ 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 ശോചനീയമായ ഒരവസ്ഥയാണ്. അങ്ങനെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. നാടകത്തിലൂടെ ജീവിക്കുന്നു, നാടകത്തിന് വേണ്ടി ജീവിക്കുന്നു, നാടകത്തിന് വേണ്ടി ഉറക്കൊഴിയുന്നു, നാടകത്തിന് വേണ്ടി പഠിക്കുന്നു, നാടകം പഠിപ്പിക്കുന്നു, നാടകത്തിന് വേണ്ടി സമരം ചെയ്യുന്നു, നാടകത്തിന് വേണ്ടി സർക്കാരിനോട് ഫൈറ്റ് ചെയ്യുന്നു. അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പം തെരുവ് നാടകങ്ങളിൽ നിന്ന് പോയി ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 10-15 വർഷമായിട്ട് വേറെ എന്ത് കാര്യത്തിലാണ് ഇവിടെ സമരം നടന്നേക്കണേ? നമ്മുടെ തെരുവുകളൊക്കെ ശാന്തമാണിപ്പോൾ. നമ്മുടെ സർക്കാർ മേഖല ശാന്തമാണ്. ആർക്കും ഒരു അവകാശത്തിന് വേണ്ടി ഇപ്പോൾ സമരം ചെയ്യേണ്ടതില്ല. കേന്ദ്രത്തിനും എതിരെ സമരം ചെയ്യേണ്ട, സംസ്ഥാനത്തിനെതിരെയും സമരം ചെയ്യേണ്ട. ഒരു നാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഡീവിയേഷൻ്റെ ഭാഗമായിട്ടാണ് തെരുവ് നാടകം നമ്മൾ കാണാതെ പോകുന്നത്. പക്ഷേ തെരുവ് നാടകം നടക്കുന്നുണ്ട് പല സ്ഥലത്തും. തെരുവ് നാടകത്തിൻ്റെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് പറയാൻ തോന്നുന്നത്, ഇപ്പം സിനിമ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ഒരു വ്യാവസായിക കലയാണ്. അത് ഒരു വ്യവസായം തന്നെയാണ്, ഫുൾ ഫ്ലെഡ്ജ് വ്യവസായമാണ്. അവിടെ പണം ഇൻവോൾവ് ആണ്. പണം മുടക്കി പണം ലാഭമുണ്ടാക്കുകയും ആ ലാഭത്തിൻ്റെ വിഹിതം മുതലാളിക്കും അതിലിടപെടുന്നവർക്കും വിഹിതമായി കിട്ടുകയും ചെയ്യുന്ന ഒരു പ്യുവർ വ്യവസായമാണ്. ആ വ്യവസായ രീതിയിലേക്ക് നാടകത്തിനെ എത്തിക്കാൻ നാടകക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു 50 രൂപ ടിക്കറ്റ് വെച്ചൊരു നാടകം കളിക്കാൻ നമ്മൾ ആലോചിക്കുമ്പോൾ വലിയ പ്രയാസമായിരുന്നു ഒരു 10 വർഷം മുമ്പ്. പക്ഷേ ഇപ്പം നിങ്ങൾ പലപ്പോഴും പല നാടകങ്ങൾക്ക് കണ്ടിട്ട് നാടകങ്ങളുടെ എണ്ണം കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതും അങ്ങനെ അങ്ങോട്ട് പറയാനും പറ്റില്ല. കാരണം നാടകം നിർമ്മിക്കാൻ പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പറമ്പിൽ റിഹേഴ്സൽ ചെയ്യാമായിരുന്നു, അയലത്തുകാരും ബഹളത്തിന് വരത്തില്ല. ഇന്ന് നമ്മുടെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, തുരുതുരയായിട്ടുള്ള വീടുകൾ, 1 സെൻറ്റിലും 2 സെൻറ്റിലുമുള്ള വീടുകൾ, അവിടെ നാടകം കളിക്കാനുള്ള സാഹചര്യം ഇല്ല. ഒച്ചയുണ്ടാക്കാൻ പാടില്ല. 10 മണിക്ക് ശേഷം മൈക്ക് വരെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ. നാടകം കളിക്കാൻ തന്നെ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ ഇതിനോടെല്ലാം പൊരുതി ഇതിനോടൊന്നും സമരസപ്പെടാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാടകക്കാരിവിടെ നാടകം കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാടകം കളിക്കാതെ ജീവിക്കാൻ പറ്റാതെ ഇപ്പോൾ കോഴിക്കോട് ഇപ്പോൾ ഇവിടെ അനുസ്മരിച്ച ബേബി മാഷായാലും, ബേബി മാഷ് മരിക്കുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് നാടകം കളിച്ചു. വലിയൊരു സദസ്സാണ് അദ്ദേഹത്തിൻ്റെ നാടകം കാണാൻ അവിടെ ഉണ്ടായിരുന്നത്. ശാന്തൻ മരിച്ചിട്ടിപ്പോൾ 3 വർഷമാകാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ എത്ര മനുഷ്യർ നാടകത്തിന് വേണ്ടി രക്തസാക്ഷികളായവരാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ രക്തസാക്ഷികളായിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്നലെ ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉപയോഗിച്ചൊരു വാചകമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് നാടകത്തിൽ പ്രവർത്തിക്കുന്നവർ രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് റെക്കോർഡിലില്ല, അവർക്ക് പേരും നാളും ഒന്നുമില്ല. പക്ഷേ അവർ ഇത് നിർത്താതെ ഇത് പ്രയാണം നടക്കുകയാണ്. പിന്നെ മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാടകത്തിൻ്റെ രീതി കുറച്ച് മാറിയിട്ടുണ്ട്. നാടകം കുട്ടികൾക്ക് പഠിക്കാനായിട്ടുണ്ട് ഇപ്പം. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. സിലബസിൽ നാടകമുണ്ട്. അപ്പം നാടകം നമ്മൾ കാണാതെ പോരും. നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചത് തെറ്റാണ്. കാരണം നമ്മുടെ സിലബസിൽ നാടകം വന്നു കഴിഞ്ഞു. നമ്മുടെ കുട്ടികളുടെ അധ്യയനം നാടകത്തിലൂടെ ആയിക്കഴിഞ്ഞു. കിൻഡർഗാർട്ടൻ മുതൽ PG വരെ, പോസ്റ്റ് ഡോക്ടർ കോഴ്സ് വരെ നാടക പഠനം നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. വളരെ വളരെ പണ്ടത്തെ പോലെയല്ല, വളരെ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ തന്നെ കുട്ടികളെ നാടക പഠനത്തിന് അയക്കാൻ തയ്യാറാകുന്നുണ്ട്. കാരണം അത് പഠിച്ചാൽ പ്രൊഫസറാകാം, ലെക്ചറാകാം, ട്യൂട്ടറാകാം, ട്രെയിനറാകാം എന്നൊക്കെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് നാടകത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റമുണ്ട്. ആ മാറ്റത്തെയാണ് നമ്മൾ കാണേണ്ടത്. നാട്ടിൽ ഒത്തിരി മാറ്റം വന്നു, ശരിയാണ്. യൂട്യൂബ് വന്നു, ചാനൽ വന്നു, സിനിമ വന്നു. എല്ലാവരുടെയും ഫോണിൽ സിനിമ കണ്ടു നാടകത്തെ പോയി സമയം കളയണം. പക്ഷേ ഇപ്പോഴും നല്ല ഒരു നാടകമുണ്ടെന്നറിഞ്ഞാൽ മണിക്കൂർ സഞ്ചരിച്ച് ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് നാടകം കാണാൻ ജനങ്ങൾ തയ്യാറാണ്. കൂടുതൽ നാടകങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം നാടകം പോലെയുള്ള കലയ്ക്ക് സിസ്റ്റത്തിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. റിഹേഴ്സൽ സ്പേസ് വേണം, അവതരിപ്പിക്കാൻ രാമേന്ദ്ര മാഷ് പറഞ്ഞ പോലെ അവതരിപ്പിക്കാനുള്ള ഓഡിറ്റോറിയങ്ങൾ വേണം. തിരുവനന്തപുരത്ത് ഒരു ടാഗോർ തിയേറ്റർ ഉണ്ട്. ഒരു ദിവസത്തെ വാടക 1 ലക്ഷം രൂപയാണ്. സർക്കാർ ഓഡിറ്റോറിയമാണ്. ഇവിടുത്തെ ടാഗോറിൻ്റെ അവസ്ഥ പൂട്ടിക്കിടക്കുകയാണ് കുറേ കാലമായിട്ട്. തൃശ്ശൂർ ഒരു റീജിയണൽ തിയേറ്റർ ഉണ്ട്. നാടകം പരിപോഷിപ്പിക്കാനായിട്ടുള്ള അക്കാഡമിയുടെ കോമ്പൗണ്ടിലുള്ളതാണ്. 20,000 അതിന് മുകളിലാണ്. AC ഇടണമെങ്കിൽ വീണ്ടും ഓരോ മണിക്കൂറിന് ഇത്ര കൊടുക്കണം.
അപ്പം അങ്ങനെ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സമ്മർദ്ദവും ചുരുക്കലും ഒരു തരത്തിൽ, മറ്റൊരു തരത്തിൽ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനെല്ലാം അതിജീവിച്ചു കൊണ്ടും നാടകക്കാർ ഇവിടെ വളരെ സചേതനമായിട്ട് സക്രിയമായിട്ട് നാടകത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അനുസ്യൂതം. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഒരു 3-4 മാസം മുമ്പ്, അല്ല, ജനുവരി മാസത്തിൽ എറണാകുളത്ത് കൊച്ചിൻ കാർണിവൽ നടക്കുന്ന സമയത്ത് ഗവർണറും തൊപ്പിയും എന്ന നാടകത്തെ അവിടുത്തെ എ ഡി എം എന്ന വാക്ക് നമ്മളിപ്പോൾ പേടിയോടെയാണ് പറയുന്നത്, ADM നിരോധിച്ചു. അതിൽ ഗവർണർ എന്നൊരു വാക്കുണ്ട് അത്രേ. നാടകത്തിൻ്റെ മൂർച്ച നോക്കൂ. നാടകം മരിക്കില്ല. മനുഷ്യകുലമുള്ളിടത്തോളം, ഈ പ്രകൃതി ഉള്ളിടത്തോളം നാടകം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ജനുവരി മാസത്തിൽ കൊച്ചിൻ കാർണിവലിൽ അവതരിപ്പിക്കാനിരുന്ന ഗവർണറും തൊപ്പി എന്നുള്ള നാടകം. അത് യൂറോപ്പിലെ ഒരു കൗണ്ടിയിലെ ഗവർണറെ പറ്റിയുള്ള കഥയാണ്. പക്ഷേ കേരളത്തിലെ ഗവർണറുടെ അനുയായികളായിട്ടുള്ളവർ തെറ്റിദ്ധരിച്ചു അത് ഇവിടുത്തെ ഗവർണറെ പറ്റിയാണ്. പെട്ടെന്ന് നാടകം നിരോധിക്കാനുള്ള കത്ത് കൊടുക്കുന്നു. വിത്തൗട്ട് ഒരു ആലോചനയും കൂടാതെ, അതിൻ്റെ റൈറ്ററെ വിളിച്ച് ചോദിക്കുന്നില്ല, അതിൻ്റെ ഡയറക്ടറെ വിളിച്ച് ചോദിക്കുന്നില്ല, ADM അതിൻ്റെ അവതരണം നിരോധിക്കുന്നു. എന്തിനധികം പറയണം, നമ്മുടെ പാർലമെൻറ്റിൽ നാടകം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. പാർലമെൻറ്റിനുള്ളിൽ നാടകം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. വിലക്കപ്പെട്ട വാക്കുകളുടെ കൂട്ടത്തിലാണ്. നാടകത്തെ ഭയമുണ്ട്. അതിനേക്കാൾ കൂടുതൽ നാടകം ഒരിക്കലും മരിക്കില്ലെന്നുള്ളതിനും നാടകക്കാർ ഇങ്ങനെ ഭൂമിയുടെ അടിയിൽ നിന്ന് എപ്പോൾ വേണേലും പൊട്ടി ഉളച്ചു വരുമെന്നുള്ളതിന് തെളിവാണ്. ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ. 8 വർഷമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടേത്. ആ സംഘടനയുടെ ഇത്രയും വലിയൊരു സ്റ്റേറ്റ് വൈഡ് പരിപാടി നടക്കുന്നിടത്ത് ആ ഓഡിറ്റോറിയത്തിൽ ഇൻ്റലിജൻസ് ഉണ്ട്. നാടകക്കാർ എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്താലോചിക്കുന്നു എന്നറിയാൻ ഭരണകൂടത്തിനും സമൂഹത്തിലെ ചില വ്യവസ്ഥാപിത കക്ഷികൾക്കും വലിയ താല്പര്യമുണ്ട്. അത് നാടകം മരിച്ചിട്ടാണോ? നാടകക്കാർ എങ്ങനെ ഇരുന്നാലും, ഏത് രൂപത്തിലും, ഏത് വേഷത്തിലും, ഏത് റോഡിലും, ഏത് പാർലമെൻറ്റിലും, ഏത് നിയമസഭയിലും, ഏത് പള്ളിയിലച്ഛൻ്റെ മേടയിലും കടന്നു ചെന്ന് നാടക ഭാഷയിൽ ചിലത് ചോദിക്കാൻ, ആ ചോദ്യമാണ് നാടകം. ആ ചോദ്യം ചോദിക്കാനുള്ള ആർജവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് മരിക്കില്ല. നാടകം മനുഷ്യകുലത്തോടൊപ്പം മുന്നോട്ട് തന്നെ പോകും. രൂപം മാറും, ഭാവം മാറും. പക്ഷേ നാടകം എന്ന കലയുടെ രാഷ്ട്രീയ കവചമണിഞ്ഞുള്ള അതിൻ്റെ ആ ഒരു ധർമ്മം അതൊരിക്കലും ആയില്ല. അത് ലോകം മുഴുവനുള്ള ഒരു കാര്യമാണ്. അത് കേരളത്തിൽ മാത്രമായി മാറുകയോ അല്ലെങ്കിൽ പുറകോട്ട് വലിയുകയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് നാടകം മരിക്കില്ല എന്ന് മാത്രമല്ല, നാടകം നാട്ടിലുണ്ടോ എന്നുള്ള ചോദ്യത്തെ തന്നെ ഞാൻ റദ്ദ് ചെയ്യുന്നു. നാടകം നാട്ടിലുണ്ട്, ലോകത്തുണ്ട്. ഓരോ വീടുകളിലേക്കും ഇപ്പം നാടകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളിലൂടെയാണ് വരുന്നത്. കുട്ടികൾ നാടകം പഠിക്കുകയാണ്. മത്സര നാടകത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കുട്ടികളുടെ സിലബസിൽ നാടകത്തെ പഠിക്കാനുള്ള ഇതുണ്ട്. ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും കുട്ടികൾ നാടകം പഠിക്കുന്നത്. അപ്പം വീടുകളിലേക്കൂടെ നാടകം എത്തുകയാണ്. പക്ഷേ ഇതൊന്നും പോരെന്നാണ് നമ്മുടെ അഭിപ്രായം. തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ആമുഖം തന്നെ ചർച്ച ചെയ്തു പോയാൽ ഒരുപാട് സമയത്തേക്ക് പരസ്പരം ചർച്ച ചെയ്യാനുള്ളൊരു വിഷയമാണിത്. നമുക്ക് സമയപരിമിതിയുണ്ട്. ഇല്ല, ഇതിനകത്തുനിന്ന് ഞാൻ ഒരു ചെറിയൊരു പോയിൻ്റ് ഞാൻ മാറ്റിയെടുക്കുകയാണ്. അതായത് ഒരുപാട് മികച്ച നാടകങ്ങൾ നമ്മുടെ ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മികച്ച നാടകങ്ങളെല്ലാം, ഇന്ന് നമ്മൾ ഓർത്തിരിക്കുന്ന നാടകങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു കൃത്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ KT മുഹമ്മദ് ആയാലും NM പിള്ള ആയാലും അല്ലെങ്കിൽ തോപ്പിൽ ബാസി ആയാലും ഇങ്ങനെ ഒരുപാട് പേര് എഴുതിയ നാടകങ്ങളുണ്ട്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായ ശങ്കരപ്പിള്ള സാറിനെ പോലുള്ളവരുടെ നാടകങ്ങളുണ്ട്. പലതരത്തിലുള്ള നാടകങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ ഇറ്റ്ഫോക്ക് എന്ന് പറഞ്ഞൊന്ന് വന്നതിന് ശേഷം, അല്ലെങ്കിൽ അക്കാദമികമായി നാടക പഠനം കേരളത്തിൽ ആരംഭിച്ചതിന് ശേഷം, ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ തൃശ്ശൂരിൽ ആരംഭിക്കുന്നത് 70കളുടെ അവസാനത്തിലായിരിക്കും. ശങ്കരപ്പിള്ള സാർ 77ലാണ് സ്കൂൾ ഓഫ് ഡ്രാമ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അക്കാദമിക പഠനം ആരംഭിച്ച ശേഷം, ഇപ്പോൾ ശൈലജയൊക്കെ അക്കാദമിക് തലത്തിൽ നാടകം പഠിച്ചിട്ടുള്ളതാണ്. അതിന് ശേഷം നമ്മളുടെ നാടകത്തിന് എന്ത് തരത്തിലുള്ള വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ മുൻകാലങ്ങളിൽ സജീവമായിരുന്നു എന്ന് നമ്മളിപ്പോൾ കരുതുന്ന നാടകത്തിന് വേറെ ഏത് തരത്തിലേക്കാണ് വളർന്നത്? എനിക്ക് തോന്നുന്നു സ്വതന്ത്രമായി നാടകകൃതികൾ രചിച്ചിട്ടുള്ള ആരാണ്? ജോയ് മാത്യു. അപ്പം അത്തരം നല്ല ശക്തമായ രചനകൾ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടോ? പിന്നീട് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും എനിക്ക് തോന്നുന്നു പഴയ നാടകങ്ങൾ, കൂട്ടുകൃഷി പോലുള്ള നാടകങ്ങൾ, ഇപ്പോൾ ഈയിടെയും ആറങ്കോട്ടുകര ശ്രീജ അപ്പോൾ വീണ്ടും കൂട്ടുകൃഷി സ്റ്റേജ് ചെയ്തു. അത്തരം നാടകങ്ങൾ തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്ന ടെക്നോളജിയിൽ മുന്നോട്ട് പോയിട്ടുള്ള വലിയ ആളുകൾ പോലും ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഉപറോയോ അതുപോലെയുള്ള നാടകങ്ങൾ എടുത്തിട്ട് ഇംഗ്ലണ്ടിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഇംഗ്ലീഷ് നാടകങ്ങളുടെയൊക്കെ അഡാപ്റ്റേഷനുകളാണ്, അല്ലെങ്കിൽ നോവലിൻ്റെ അഡാപ്റ്റേഷനൊക്കെയാണ്. ഈ കാര്യത്തിൽ ഒരു പ്രസാധകൻ കൂടിയായിരുന്നു ജോയ് മാത്യു. അപ്പോൾ നാടകകൃതികൾ ഇന്ന് പ്രസാധകന്മാർ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ജോയിയേട്ടൻ്റെ ഒരു പ്രതികരണം.
അതായത് മലയാള ഈ സാഹിത്യകാരന്മാർക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, നാടകം സാഹിത്യരൂപമല്ല മറ്റെന്തോ ആണ്. പലപ്പോഴും പൊതു ചർച്ചകളിലും പല സാഹിത്യ സദസ്സുകളിലും നാടകം ഒഴിവാക്കപ്പെട്ടത് എത്രയോ പ്രാവശ്യം സാക്ഷിയാണ്. അത് ശൈലജയ്ക്കൊക്കെ അറിയാൻ പറ്റും. അത് സാഹിത്യ സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് ഇവരതിൽ കൺസിഡർ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷം സഹദേവൻ മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്ന സമയത്താണ് ഒരു നാടകം, ദീർഘനാടകം അവർ പ്രസിദ്ധീകരിച്ചത്. ആനുകാലികങ്ങളിലൊന്നും നാടകം പ്രസിദ്ധീകരിച്ച് കാണാറില്ല. ഒരു സാഹിത്യ സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് നാടകത്തെ പൊതുവെ കാണാത്തൊരു മനസ്സാണ് മലയാളിക്കുണ്ടായത്. ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ ചെയ്യുന്ന നാടകങ്ങൾ പലതും അഡാപ്റ്റേഷനോ വളരെ അപൂർവമായിട്ടുള്ള സ്വതന്ത്ര രചനകൾ, ഇപ്പോൾ ശങ്കരപ്പിള്ള സാറിൻ്റെ തന്നെ നാടകങ്ങൾ അല്ലെങ്കിൽ നരേന്ദ്രപ്രസാദിൻ്റെ അങ്ങനെയുള്ള നാടകങ്ങളാണ് അവരധികം ചെയ്തിട്ടുള്ളത്. കാവാലം നാടകത്തിൻ്റെ തനത് നാടകങ്ങൾ ഇപ്പോൾ വേറിട്ട് പോയി. അത് ആ ഒരു ശ്രേണിയിലുള്ള നാടകങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ലാതെയായി എന്ന് പറയാം. ഈ ലിറ്ററേച്ചറിൽ നാടകത്തിന് സ്ഥാനം പ്രസാധകരും കൊടുക്കാറില്ല. ഇപ്പോൾ ഞാൻ പ്രസാധനശാല നടത്തിയ ആൾ, ഞാൻ തന്നെ എൻ്റെ നാടകം അച്ചടിക്കാനാണ് തുടങ്ങിയത് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് ഒരിക്കലും. പിന്നെ മറ്റൊന്ന്, നാടകക്കാർ പൊതുവേ ഈ നാടകമല്ലാതെ വേറൊരു പുസ്തകം വായിക്കില്ല. ഞാൻ പരിചയമുള്ള നാടകക്കാരെ എല്ലാവരും ഇല്ല, നോട്ട് ജനറലൈസിങ്, അവർ വേറെ പുസ്തകമൊന്നും വായിക്കില്ല, നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് മാത്രം വായിക്കുകയുള്ളൂ. ഞാൻ നോക്കിയിട്ടുണ്ട്, ഒരുപാട് ആൾ നോക്കിയിട്ടുണ്ട്, എല്ലാവരെയും കൂടിയല്ല പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായൊരു വേർതിരിവ് മലയാള നാടക രചനയിൽ തന്നെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള നല്ല രചനകൾ എന്ന് പറഞ്ഞാൽ ശാന്തകുമാറിൻ്റെ നാടകങ്ങൾ, അത് സാഹിത്യ സൃഷ്ടി എന്നുള്ള നിലയ്ക്കും നാടകം തിയേറ്ററിലെ വസ്തു എന്നുള്ള നിലയ്ക്കും വളരെ വിഭിന്നമാണ്. ഇപ്പോൾ KT-യുടെയും അല്ലെങ്കിൽ അതുപോലെയുള്ള തോപ്പിൽ ബാസി പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നാടകങ്ങളെക്കാൾ കുറേ കൂടെ ജീവസുറ്റ രചനകളിലേക്ക് വന്നത് ശാന്തകുമാറിൻ്റെയൊക്കെ നാടകങ്ങൾ വന്നപ്പോഴാണ്. മധുമാഷ നമുക്ക് ഈ കാര്യത്തിൽ ഓർമ്മിക്കാവുന്നതാണ്. അതുപോലെ നിരവധി നാടകൃത്തുക്കൾ, ഞാൻ പലരുടെയും പേര് വിട്ടുപോകും ചിലപ്പോൾ. സതീഷുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നാടകം അവതരിപ്പിക്കാൻ സംഘങ്ങളില്ല എന്നുള്ളത് കൊണ്ടാണ് നാടക പുസ്തകങ്ങളും ഇറങ്ങാത്തത്. ഇപ്പോൾ കവിത വായിക്കുന്ന ആൾക്കാർ നാടകം കാണുന്ന ആൾക്കാർക്ക് കൂടുതലുള്ളതുകൊണ്ട് ഇപ്പോൾ രാമേന്ദ്രൻ്റെ പോലെയുള്ള കവിതാ പുസ്തകങ്ങളൊക്കെ പെട്ടെന്ന് വിറ്റുപോകും, ചുള്ളിക്കാടിൻ്റെ പുസ്തകം ഒക്കെ വിറ്റുപോകും. നാടക പുസ്തകം വാങ്ങി വായിക്കുന്നവരില്ല. അതാണ് പ്രസാധകർ നാടകം അച്ചടിക്കാത്തത്. ഒരു നാടകം അവതരിപ്പിക്കുമ്പോൾ അതിലഭിനയിക്കുന്നവരും സംഘാടകരും അതിൻ്റെ ഓരോ കോപ്പി വാങ്ങിക്കും. പണ്ടൊക്കെ നമ്മൾ പകർത്തിയെടുക്കുക ചെയ്യുക, വാങ്ങിക്കും. പിന്നെ സ്കൂൾ നാടകോത്സവത്തിലാണ് ഈ നാടകങ്ങൾ ചിലവാകുക. അത് ഏകാംഗങ്ങൾ മാത്രമേ ചിലവാകുള്ളൂ. അപ്പം ഞാൻ എഴുതിയ നാടകങ്ങളുടെ ഒരു സമാഹാരം മാതൃഭൂമി ഇറക്കി കുറേ കൊല്ലം മുമ്പ്, ഒരു 4-5 കൊല്ലം മുമ്പ്, 5-8 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഞാൻ വളരെ സൗന്ദര്യശാസ്ത്രപരമായിട്ടൊരു കവർ തന്നെ അതിന് വച്ചാൽ മതി, ഒരു ശില്പത്തിൻ്റെ കവർ. വീടുകൾ കത്തുന്നു എന്നാണ് ആ നാടകത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. അതിറങ്ങി, ഇപ്പോഴും അത് വിറ്റ് തീർന്നിട്ടില്ല. എന്നാൽ കറൻറ്റ് ബുക്സിൻ്റെ പുസ്തകം ഇറക്കിയത് ദൈവത്തിൻ്റെ തൊപ്പി എന്ന് പറഞ്ഞിട്ട്, അതിലെൻ്റെ മുഖമാണ് എൻ്റെ കവറ്. അത് വിറ്റുപോയി. മനസ്സിലായില്ലേ? അതാണ് ബിസിനസ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതുമ്പോൾ ആദ്യം പ്രസാധകൻ പറയും, മാതൃഭൂമിയിലെ നൗഷാദ്, നിങ്ങളെ ഫോട്ടോ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ആണ് നാടക സാഹിത്യത്തെ നമ്മൾ വിൽക്കാൻ പറ്റുന്നുള്ളൂ. കണ്ടൻറ്റ് വളരെ നല്ലതായിരിക്കും, പക്ഷേ അതിൻ്റെ കവറും അതിൻ്റെ മറ്റ് ഘടകങ്ങളുമാണ് അതിൻ്റെ വിൽപ്പനയെ സഹായിക്കുക. അപ്പോൾ എൻ്റെ മികച്ച നാടകമായതുകൊണ്ടല്ല വിറ്റെന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ സ്ഥിതി. നാടക സാഹിത്യത്തിന് ഇപ്പോഴും സാഹിത്യകാരന്മാർ തന്നെ ഒരു നിരൂപണങ്ങളിൽ പോലും നോക്കിയിട്ടുണ്ട്. സാഹിത്യ നിരൂപണങ്ങൾ വന്നാൽ അതിൽ കവിതയും കഥയും നോവലും ഉണ്ടാവുള്ളൂ, നാടക നിരൂപണമില്ല. അങ്ങനെ നാടകത്തെ മാറ്റി നിർത്തി, നിങ്ങൾ ശൈലജ പറഞ്ഞ പോലെ ഒരുതരം ഭയം ഇപ്പോൾ സമൂഹത്തിൽ ഗ്രസിച്ചിരിക്കുന്ന ഭയം, നാടകത്തോടുള്ള ഭയം. നാടകം എന്നുള്ള പേര് പോലും ഉച്ചരിക്കാൻ പാടില്ല. പാർലമെൻറ്റിൽ നിന്നല്ല, എവിടെയും നാടകക്കാർ 4 ആൾ കൂടി വന്ന പോലീസിന് സംശയമാണ്. അതുകൊണ്ടാണ് നാടകം ഒറ്റപ്പെട്ടു പോയത്. ഇവർ ചോദിച്ചതാണ് നാടകം കാണാൻ ആളുണ്ടോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതേ വിഷയത്തിൽ പി രാമേന്ദ്രൻ സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നി ഇതിൻ്റെ ഏറ്റവും വലിയൊരു തമാശയൊരു വൈരുദ്ധ്യവും, നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുന്നവരെല്ലാം
ഏറ്റവും പ്രധാനമായി പഠിക്കുന്നത് നാടകങ്ങളാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്നവർ ഷേക്സ്പിയറിലെ നാടകങ്ങളാണ് പ്രധാനമായി പഠിക്കുന്നത്. അതൊരു തമാശയാണ്. ഇന്ത്യൻ സാഹിത്യം എടുത്തു നോക്കിയാൽ കാളിദാസിൻ്റെയും ഭാസനെയും ഒക്കെയാണ് നമ്മൾ സാഹിത്യത്തിലുള്ളത്. പക്ഷേ തമാശ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിറ്റുപോകുന്നത് നോവലുകളാണ്. നാടകം സാഹിത്യമാണോ എന്ന് പ്രസാധകർക്ക് സംശയമുണ്ടെന്നാണ് ജോയി ഏട്ടൻ പറയുന്നത്. ഇതേ കാര്യത്തെക്കുറിച്ച് രാമേന്ദ്രന് പറയാനുള്ളത്. CJ തോമസിനെയും CN ശ്രീകണ്ഠൻ നായരെയും പോലെയുള്ള നാടകകൃത്തുക്കളാണ് ഈ നാടകം ഒരു സാഹിത്യം എന്നുള്ള രൂപത്തിൽ, അതായത് രംഗാവതരണത്തിന് മാത്രമല്ലാതെ പാരായണക്ഷമതയ്ക്ക് മാത്രമല്ല, അല്ലെങ്കിൽ പാരായണത്തിന് വേണ്ടിയുള്ള നാടകങ്ങളുണ്ടാവാം എന്നുള്ളതിൻ്റെ വലിയ മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് CJയുടെ നാടകങ്ങളും CN ശ്രീകണ്ഠൻ നായരുടെയും ഒക്കെ നാടകങ്ങളാണ്. പക്ഷേ ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകങ്ങളുണ്ട്. പിൽക്കാലത്ത് നേരത്തെ ജയൻ പറഞ്ഞതുപോലെ ഈ സ്കൂൾ ഓഫ് ഡ്രാമ 70കളിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ പുതിയൊരു തിയേറ്റർ സ്കൂൾ അല്ലെങ്കിൽ പുതിയൊരു സ്കൂളിംഗ് മൊത്തം ആരംഭിക്കുന്നതോട് കൂടിയിട്ട് അതുവരെ ഉണ്ടായിരുന്ന നാടകങ്ങളുടെ രചനാ രീതിയിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും എന്താ വെച്ചാൽ നാടകമായി രചിക്കപ്പെട്ട കൃതികളേക്കാൾ നോവലുകളായോ അല്ലെങ്കിൽ ഇതര സാഹിത്യ ശാഖകളിൽ രചിക്കപ്പെട്ട കൃതികളെ അവലംബിച്ചുകൊണ്ടുള്ള നാടക പ്രൊഡക്ഷൻസാണ് കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ളതെന്ന് എനിക്ക്. ഇപ്പോൾ ചെറുകാടിൻ്റെ മുത്തശ്ശി പോലുള്ളൊരു നാടകത്തിന് ആസ്പദമാക്കിയിട്ട് ഒരു വലിയ നാടകം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ആ നോവലിനേക്കാൾ വലിയ സ്വീകാര്യത ആ നാടകത്തിനുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ദേവലോകം എന്നുള്ള ചെറുകാടിൻ്റെ നാടകത്തെ നരേന്ദ്രപ്രസാദ് അവതരിപ്പിച്ചിട്ടുണ്ട്. നടൻ മുരളിയൊക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുകാടിൻ്റെ ഈ പറഞ്ഞ ശനിദശ എന്നുള്ള നാടകം, ദേവലോകമല്ല, ശനിദശ എന്നുള്ള നാടകത്തിന് നോവലിന് കിട്ടിയതിനേക്കാൾ എത്രയോ വലിയ പ്രചാരവും സ്വീകരണവും നരേന്ദ്രപ്രസാദ് അതൊരു നാടകമായിട്ട് അവതരിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനത് കണ്ടിട്ടുണ്ട് ആ പ്രൊഡക്ഷൻ. ഈ ബ്രഹത്തിൻ്റെ ഈ അന്യവൽക്കരണ രീതിയൊക്കെ അവലംബിച്ചുകൊണ്ടാണ് പ്രസാദ് സാർ ആ നാടകം സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പിന്നീട് വന്നിട്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കവിതയോ, ഇപ്പം മേരി ഫറാർ എന്നുള്ള കവിതയെ ആസ്പദമാക്കിയിട്ട് നാടകം ഉണ്ടാവുന്നു. അങ്ങനെ കവിതയോ അല്ലെങ്കിൽ എന്ത് തന്നെ കിട്ടിയാലും അതിൽ നിന്ന് നാടകം ഉണ്ടാക്കുന്ന ഒരു തരം രീതി വികസിച്ചു. ഈ ഒരു എറൻബർഗ് എന്ന് പറയുന്നുള്ള ഒരു നാടക പ്രവർത്തകൻ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, ഗിവ് മി എ റെയിൽവേ ടൈം ടേബിൾ, ഐ വിൽ മേക്ക് എ പ്ലേ ഔട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ ഒരു പഞ്ചാംഗം കിട്ടിയാലും അതിൽ നിന്ന് നാടകം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള രൂപത്തിൽ ഈ ടെക്സ്റ്റ് ഒരു റോ മെറ്റീരിയൽ മാത്രമാണ്. കളിച്ചുണ്ടാക്കുന്നതാണ് നാടകം, പഠിച്ചുണ്ടാക്കുന്നതല്ല എന്നുള്ള ഒരു രീതിക്ക് വലിയ വ്യാപകമായ സ്വീകരണം കിട്ടുകയുണ്ടായി. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ മലയാളത്തിന് കിട്ടിയിട്ടുള്ള, പക്ഷെ അത് അത്ര മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. നാടകമായി എഴുതിയിട്ട് അവതരിപ്പിച്ചാൽ മാത്രമേ നാടകമാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വൈലോപ്പിള്ളിയുടെ സഹ്യൻ്റെ മകൻ പോലുള്ള ഒരു കവിതയ്ക്ക് പിന്നെ ഉണ്ടായിട്ടുള്ള നാടകാവിഷ്കാരം നമ്മുടെ ശങ്കർ വെങ്കടേഷ് ആണ് അത് സംവിധാനം ചെയ്തത്. തൃശ്ശൂരിൽ ഒരു ഇറ്റ്ഫോക്കിൽ ഒരു ആദ്യ അവതരണമായിരുന്നു ആ നാടകം, ഈ സഹ്യൻ്റെ മകൻ. എന്തൊരു ഗംഭീരമായ ഉജ്ജ്വലമായ ഒരു സ്പെക്ടാക്കുലറായിട്ടുള്ളൊരു ഇവൻ്റായിരുന്നു അത് എന്നുള്ളത് ഞാനിപ്പോൾ ഓർത്തു പോകാം. ആ കവിതയ്ക്ക് ഇങ്ങനെ ഒരു ആവിഷ്കാരം നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ളത്. ആ കവിത മുഴുവൻ അദ്ദേഹം ചൊല്ലുന്നുണ്ട് എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരനഗരിയുടെ എല്ലാ താള വൈവിധ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അസാധ്യ പെർഫോമൻസ് ആയിരുന്നു അന്ന് അവിടെ കണ്ടത്. അതുപോലെ തന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നോവൽ, എല്ലാ ജനറേഷനും കൊണ്ടാടുന്ന ആ നോവലിന് ദീപൻ ശിവരാമൻ കൊടുത്തിട്ടുള്ള ആവിഷ്കാരം, അത് ഉണ്ടായത് നോക്കൂ, ഒരു നാട്ടിൻപുറത്തു നിന്നാണ്. നാടകം നാട്ടിൽ നിന്ന് തന്നെയാണ് വന്നത്. തൃക്കരിപ്പൂരിലെ കലാസമിതിയിൽ നിന്നാണ് എത്രയോ ഒരു നാട് മുഴുവൻ പങ്കെടുത്തുകൊണ്ടിട്ടുള്ള ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ രംഗാവതരണം ഉണ്ടാകുന്നത്. അത് വീണ്ടും ഇടക്കാലത്ത് കുറച്ച് നിർത്തിവെച്ച് വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നാടകത്തെ അവലംബിക്കാതെ കവിതയോ നോവലോ അതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ടുള്ള രംഗാവതരണങ്ങളുടെ ഒരു കാലമാണ് എന്നുള്ളത് കൊണ്ട്
പലപ്പോഴും നാടകമായി രചിക്കപ്പെടുന്ന കൃതികൾ, സാഹിത്യമായി രചിക്കപ്പെടുന്ന കൃതികൾ വളരെ കുറവാണ്. ഞാൻ ഈയിടെ വായിച്ചതിൽ ഈ ദിനേശൻ്റെ ഒരു നാടകം, സി ദിനേശ് കുമാർ എന്ന് പറഞ്ഞൊരാൾ, കാളഭൈരവൻ എന്നൊരു നാടകം, അത് നാടകമായിട്ട് തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. അത് എനിക്കൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംരംഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നല്ല നാടക കൃതികൾ, നാടകമായിട്ട് എഴുതപ്പെടുന്ന കൃതികൾ കുറവാണെന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ അത് നാടക രംഗത്തിന് ഒട്ടും തന്നെ നിർജീവമാക്കുന്നുമില്ല. ഈ പറഞ്ഞ കാര്യത്തോട് അച്ചടിക്കാൻ വൈമുഖ്യം ഉണ്ടാകുന്നുണ്ടെന്നും നാടക പുസ്തകങ്ങൾ പഴയതുപോലെ അച്ചടിക്കപ്പെടുന്നില്ല എന്നുള്ളതും വളരെ വളരെ വലിയൊരു സത്യമാണ്. നാടകകൃതികൾക്ക് ഒരു പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു സാഹിത്യകൃതിയുടെ സ്ഥാനമുണ്ടായിരുന്നു. നോവൽ വായിക്കുന്നത് പോലെ അല്ലെ ചെറുകഥ വായിക്കുന്നത് പോലെ നാടകം വായിക്കപ്പെട്ടിരുന്നു, വീടുകളിൽ വായിക്കപ്പെട്ടിരുന്നു. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ലൈബ്രറിയിൽ നിന്ന് നാടക പുസ്തകങ്ങൾ എടുത്ത് ഉറക്കെ വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അങ്ങനെയായിരിക്കും ഒരു പക്ഷേ ഭാഷ കൃത്യമാകുന്നതും ഉച്ചാരണം കൃത്യമാകുന്നതിനൊക്കെ നാടകം ഉറക്കെ വായിച്ചാൽ മതി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അത് നാടകം എഴുതിയിരുന്നവർക്കും സാഹിത്യകാരന്മാർ എന്ന പദവി ഉണ്ടായിരുന്നു ആ കാലത്ത്. ആ ശ്രേണിയിലാണ് അവരെ പെടുത്തിയിരുന്നത്. ദിഗ്ഗജന്മാർക്കൊപ്പമായിരുന്നു നാടകം എഴുതിയിരുന്ന ആളുകളുടെയും സ്ഥാനം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ. അത് മാർക്കറ്റ്, ഈ പറഞ്ഞ പോലെയാണ്, പടം വയ്ക്കുന്നത് പോലെ തന്നെ പേരിനും ഒരു മാർക്കറ്റുണ്ട്, കാലത്തിന് ഒരു സവിശേഷതയുണ്ട്. ആ കാലം മാറിയപ്പോൾ ഉണ്ടായ നാടക കൃതികൾ വായിക്കപ്പെടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. വായിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ പ്രസാധകർ അത് അച്ചടിക്കാനും തയ്യാറാകുന്നില്ല. എന്നാൽ ഈ അടുത്ത ഒരു കാലത്തായിട്ട്, കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട്, 10 വർഷത്തിൻ്റെ ഉള്ളിൽ ധാരാളം നാടകകൃതികൾ അച്ചടിക്കപ്പെടുന്നുണ്ട്. അത് വ്യക്തികളുടെ എഫേർട്ടിലാണ്, അല്ലെങ്കിൽ ചെറു പ്രസാധക സംഘങ്ങളുടെ എഫേർട്ടിൽ. ഇപ്പം ഞങ്ങളുടെ സംഘടന തന്നെ, നാട്ടക്ക് തന്നെ 25 നാടകങ്ങളുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അത് കേരളം മുഴുവനുമുള്ള ആളുകളോട് സ്ക്രിപ്റ്റ് ആവശ്യപ്പെട്ട് അതൊരു ഈ സ്ക്രിപ്റ്റ് അച്ചടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ അവബോധം, ഒരു പ്രചാരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. 25 നാടകങ്ങൾ, അത് ഞങ്ങൾക്കൊരു സംഘടനാ സെറ്റപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഞങ്ങളൊരു 10,000-3000 പുസ്തകം ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പല ജില്ലാ കമ്മിറ്റികളും നാടകകൃതികളുടെ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതുമൊക്കെ ചിലവാകുന്നുണ്ട്, പോകുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ രാമേന്ദ്ര മാഷ് പറഞ്ഞതിനെയും കൂടെ ചേർത്ത് പറയുകയാണ്. നാടകത്തിന് കാലികമായ മാറ്റം വരുന്നുണ്ട്. നാടകത്തിൻ്റെ രൂപത്തിൽ, ഘടനയിൽ, ഭാവത്തിൽ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ, അത് ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയിൽ, അത് സമ്മതിക്കുന്ന രീതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ ആധുനികമായിട്ടുള്ള എല്ലാ മേഖലയിലും ഉള്ളതുപോലെ, സിനിമയിലുള്ളതുപോലെ നാടകത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ടെക്നോളജി, ഇൻസിസ്റ്റ് ചെയ്യുന്ന മറ്റു പല സംഗതികൾ, ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നാടകത്തിലേക്ക് പുതിയ പുതിയ അവയവങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ പറയപ്പെട്ട ഒരു കാര്യത്തിനോട് ഞാനും വളരെ കൃത്യമായി യോജിക്കുന്നു. നാടകം ഒരു കാലത്തെ, ഒരു സമയത്തെ, ആ നാട്ടിലെ അവസ്ഥയെ പ്രതിനിധാനം ചെയ്യേണ്ട കലയാണ്. ആ നാട്ടിലെ മനുഷ്യൻ്റെ പട്ടിണിയെക്കുറിച്ചോ ദാരിദ്ര്യത്തെക്കുറിച്ചോ അവിടെ ഉണ്ടാകുന്ന അരാജകത്വത്തെക്കുറിച്ചോ ഭരണക്കെടുതിയെക്കുറിച്ചോ എന്തിനെക്കുറിച്ചും അടയാളപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു കലയാണ് നാടകം. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഈ അഡാപ്റ്റേഷനും നോവൽ നാടകവും കവിതാ നാടകവും ഹൈക്കു നാടകവും ഒക്കെ പരക്കെ ഒരു സ്വാഭാവികതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പമാണെന്നുള്ളതുകൊണ്ട് പിന്നെ സംവിധായകൻ എന്ന് പറയുന്ന ആളിന് ഏതർത്ഥത്തിൽ വേണമെങ്കിലും അതിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി അയാൾ ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് അതിനെ പരുവപ്പെടുത്താനും അതിൻ്റെ രസതന്ത്രങ്ങൾ മാറ്റി സ്ഥാപിക്കാനും കഴിയുമെന്നുള്ളതാണ് അത്തരം ഒരു ചോയ്സിലേക്ക് ആളുകൾ പോകുന്നത്. കാരണം എല്ലാവരും മോർ ആൻഡ് മോർ ക്രിയേറ്റീവ് ആകാനാണ്. ആരും ചെയ്യാത്ത ഏതെങ്കിലും ഒരു കാര്യം എൻ്റെ നാടകത്തിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് സംവിധായകർ. അപ്പോൾ ഒരു പ്രഖ്യാപിത, അപ്പോൾ പണ്ടൊക്കെ നാടക സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ വാതിലടച്ചു, ആൾ തെക്കോട്ട് നടക്കുന്നു, അവിടെ ഒരു ശബ്ദം കേട്ടു എന്നൊക്കെ ബ്രാക്കറ്റ് ഇട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന പരിപാടിയായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് സ്ക്രിപ്റ്റ് എഴുതുന്ന ചെറുപ്പക്കാരായിട്ടുള്ളവരും ഇന്നത്തെ കാലത്ത് എഴുതുന്നവരും അങ്ങനെ സ്റ്റേജ് ഡിറക്ഷൻസ് എഴുതാറില്ല. കാരണം ആ ഡിറക്ഷൻ സംവിധായകൻ്റേതാണ്. അത് അയാളാണ് തീരുമാനിക്കേണ്ടത്. ഇടത്തു നിന്ന് വരണോ വലത്തു നിന്ന് വരണോ, ആകാശത്തു നിന്ന് താഴേക്ക് കയറിൽ കെട്ടിയിറങ്ങണോ, അല്ലെങ്കിൽ ബലൂണിലൂടെ അത്ഭുതമായി പൊട്ടി വീഴണോ എന്നൊക്കെ സംവിധായകൻ്റെ ഉത്തരവാദിത്തമാണ്. സംവിധായകനാണ് അത് വിഭാവനം ചെയ്യാനുള്ള ഉത്തരവാദിത്തം. അപ്പം ഇങ്ങനെയുള്ള കുറേ അധികം വ്യത്യാസങ്ങൾ, പണ്ട് നാടകം വായിക്കുന്ന ആളിന് നാടകത്തിലെ എല്ലാ കാഴ്ചകളും കിട്ടുമായിരുന്നിരിക്കണം.
ഈ കതകിൻ്റെ ശബ്ദം കേൾക്കുന്നു, അടുക്കളയിൽ നിന്ന് ഭാര്യ വന്ന് വാതിലിൽ നിൽക്കുന്നു, കുട്ടി ഓടി വന്ന് കളിക്കുന്നു, റേഡിയോ ഓൺ ചെയ്യുന്നു, മറ്റേയാൾ തിരിഞ്ഞു നോക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജ് ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വായിക്കുന്ന ആളിന് ഒരുപക്ഷെ റേഡിയോ നാടകം കേൾക്കുമ്പോൾ കിട്ടുന്ന സുഖം പോലെ തന്നെ മറ്റൊരു കാഴ്ച സുഖം അയാൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയിരുന്നിരിക്കാം. പക്ഷെ അതൊരു ലിമിറ്റേഷനും കൂടിയാണ്. ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഡയറക്ടർക്ക് ആ സ്ക്രിപ്റ്റ് എടുത്തിട്ട് അതിനെ മാറ്റിമറിച്ച് ഒരു പക്ഷേ പുതിയ നാടകം നിർമ്മിക്കുന്നതിനേക്കാൾ സ്വതന്ത്രമായ ഒരു കൃതി എടുത്ത് ചെയ്യുന്നതാണ് എന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, കല നിർമ്മിക്കുന്ന ആളുകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വശം കൂടി ആയിരിക്കാം ഒരു പക്ഷേ വീണ്ടും സ്ക്രിപ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്, പുതിയ ആളുകൾ എഴുതുന്നുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, അത് വായിക്കപ്പെടുന്നുണ്ട്, സ്കൂളുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, സിലബസിലേക്ക് വരുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പരക്കെയുള്ള പ്രചാരം കിട്ടുന്നില്ല എന്ന് മാത്രം. അത് നമ്മളുടെ വീണ്ടും ഞാൻ അടിവരയിടുന്നു, വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ, സാമൂഹ്യ വ്യവസ്ഥയുടെ, ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സിസ്റ്റത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണത്. തീർത്താം എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ആയിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ഈ കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ, ഒറ്റ ചോദ്യം നമുക്ക് വേഗത്തിൽ ചോദിക്കാം. ഒരു തിയേറ്റർ പ്രവർത്തകനാണ്. ശൈലജയൊക്കെ അറിയാവുന്നതാണ്. കഴിഞ്ഞ 11 വർഷമായി കുട്ടികളുടെ തിയേറ്റർ മേഖലക്കകത്ത്, മഞ്ചാടിക്കുരു എന്ന തിയേറ്റർ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഒന്ന്, കോഴിക്കോട് നിന്ന് ഇമിറ്റേഷൻ ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ നാടകം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ എത്ര പേർ, എനിക്കറിയില്ല, തിരക്കുകാരൻ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. എമിൽ മാധവിയെ പോലെയുള്ള, ശങ്കർ വെങ്കടേഷിനെ പോലെയുള്ള മികച്ച കലാകാരന്മാർ ഉണ്ടാവുന്ന നാട് കൂടിയാണ് കോഴിക്കോട്. അതുകൊണ്ട് കോഴിക്കോട് നാടകം അവസാനിച്ചിട്ടില്ല. നാടകം കാണാൻ ആളില്ല എന്ന് മാത്രം പറയരുത്. ഞങ്ങൾ ചെയ്തിട്ടുള്ള ശാന്തേട്ടൻ്റെ ഭൂപടം മാറ്റി വരയ്ക്കുമ്പോൾ എന്ന നാടകം കാണാൻ 320 സീറ്റുകൾ മാത്രമുള്ള കോഴിക്കോട് ടൗൺ ഹാളിനകത്ത് 500-600 ആളുകൾ വന്ന് നാടകം കണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഭരണകൂടമാണ് ഈ കലയെ ഇല്ലാതാക്കുന്നതെന്ന് ലളിതമായി നമുക്ക് പറയാം. കോഴിക്കോട് നഗരത്തിനകത്ത് ഏതെങ്കിലും ഒരു ഹാളെങ്കിലും ഒരു നാടകം നടത്താൻ ഇന്നുണ്ടോ? ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ടാഗോർ സെൻറ്റർ ഞങ്ങൾ അടിച്ചുപൂട്ടി. നമ്മുടെ ജൂബിലി ഹാളിന് ആദ്യം ഉണ്ടായിരുന്ന വാടക ഇപ്പോൾ 65,000 നന്നാക്കിയപ്പോൾ. ഇനി ഇതാ ടൗൺ ഹാൾ അടയ്ക്കും. ഞാൻ മേയറെ അടുത്ത് കഴിഞ്ഞ ആഴ്ച പോയി പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ നന്നാക്കല്ലേ ടൗൺ ഹാൾ. എക്കോൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ പോലും നാടകം ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അതും ഇല്ലാതാക്കാനുള്ള സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നാടകം ഇല്ലാതാക്കുന്ന ഇവിടുത്തെ ഭരണകൂടമാണ്, ഇവിടുത്തെ നാടക പ്രവർത്തകരല്ല, നാടക സ്നേഹികളല്ല എന്ന് മാത്രം പറയും. ഇതൊരു ചോദ്യം അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് പറഞ്ഞാണ്. അതെ, ചോദ്യങ്ങളായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്നുള്ളത്. അതെ, ദേവിക മാഡം എന്താ പറയും? ചോദ്യമല്ല, സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളിവിടെ ഉയർത്തിയ ചോദ്യത്തിന് ഒരു ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നാടകം ഇല്ലാണ്ടാകുന്നു, അല്ലെങ്കിൽ അതിന് മാർക്കറ്റ് ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞു. മാർക്കറ്റിൻ്റെ കാര്യം ശരിയായിരിക്കാം, ഭരണകൂടത്തിൻ്റെ കാര്യവും ശരിയായിരിക്കാം. പക്ഷേ സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ആവശ്യം ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. അൺഫുൾഫിൽഡായ ഒരു ആവശ്യം. 2 കാരണങ്ങൾ കൊണ്ടാണ് അത് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് തന്നെ എനിക്ക് പറയാം, വളരെ സങ്കീർണമായ വികാരങ്ങളാകട്ടെ, വിചാരങ്ങളാകട്ടെ, ഇതിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ ചെറുപ്പക്കാരെ കൂടുതൽ ഉപയോഗിക്കുന്നത് വിഷ്വൽ രജിസ്റ്ററിനെയാണ്, അല്ലാതെ വാക്കുകളുടെ രജിസ്റ്ററിനെ അല്ല. നാടകം വിഷ്വൽ രജിസ്റ്ററിൽ നിൽക്കുന്ന കലയായതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ശരിക്കും ടെക്നോളജിയുമായിട്ട് സമ്മേളിച്ച് അതിന് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. എഴുത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, എഴുത്തുകാരാണ് ശരിക്കും സൂക്ഷിക്കേണ്ടത്. എഴുത്തിനാണ് ഒരു കോട്ടം വരാൻ സാധ്യതയുള്ളത്. കാരണം ചെറുപ്പക്കാർ, ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ കാണുന്ന ചെറുപ്പക്കാർ വിഷ്വൽ രജിസ്റ്റർ, നിങ്ങളൊരു അസൈൻമെൻറ്റ് കൊടുത്താൽ അല്ലെ ഒന്നാന്തരമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യും, അല്ലെങ്കിൽ ചെറിയ സ്കിറ്റുകൾ ചെയ്യും. പക്ഷേ അത് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നാടകം ഈ ശരീരത്തെ കേന്ദ്രീകരിക്കുന്ന ഒരു കലയാണ്. സിനിമയേക്കാൾ അധികം ശരീരത്തിന്, ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട ഒരു കലയാണ്. ശരീരത്തെ കൊണ്ട് വേണമെങ്കിൽ ഒരു കളിയാണെന്ന് വരെ പറയാം. ഒരു ഇസ്തറ്റിക്കായിട്ടുള്ള കളിയാണ്. അത് സന്തോഷം ഉണ്ടാക്കുന്ന ഇസ്തറ്റിക്കായ ഒരു കളിയാണ്. അത് നമ്മുടെ നാട്ടിൽ കൂടുതൽ ആവശ്യമായി വരുന്ന
ഒരു മനഃശാസ്ത്ര അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് ഈ ശരീരത്തിൻ്റെ ഒരു പ്ലേസ് ചെയ്യാൻ പറ്റാതെ ആകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ വളരെ വ്യാപകമായ ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഒരുപാട് പെഡഗോജിക്കായിട്ടുള്ള സ്കൂൾ സംബന്ധമായ പെഡഗോജിക് ചർച്ചകളിൽ ഉൾപ്പെടുമ്പോൾ കൂടുതൽ ടീച്ചേഴ്സ് ഡിമാൻഡ് ചെയ്തൊരു സാധനമാണ് നാടകം. പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് നാടകം കൂടുതൽ വേണം എന്ന് ഒരാവശ്യം ഉത്തരവാദിത്വമുള്ള അധ്യാപകരിൽ നിന്ന് കൂടുതൽ ഉണ്ടായി വരുന്ന കാലമാണ്. അതുകൊണ്ട് ഇപ്പോൾ ബൈജു ഒക്കെ ആവശ്യപ്പെട്ട പോലെ സർക്കാരിൻ്റെ സപ്പോർട്ട് ഏറ്റവും ശക്തമായി വേണ്ട ഒരു കല ഏതാണെന്ന് എടുത്ത് ചോദിച്ചാൽ ഒരുപക്ഷെ നാടകമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ചിത്രകല പോലെയല്ല, ചിത്രകല അന്താരാഷ്ട്ര വിപണിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു കേരളത്തിലെ ചിത്രകല. അപ്പോൾ അതുകൊണ്ട് അതിന് അങ്ങനത്തെ തരം ഫണ്ടിങ്ങും മറ്റ് സഹായങ്ങളും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സിനിമ പരിപൂർണ്ണ വ്യവസായമാണ്. അപ്പോൾ അത് വ്യവസായത്തിൻ്റെ ഒരു യുക്തിക്കനുസരിച്ച് അത് നീങ്ങും. എവിടെയാണോ വ്യവസായത്തിൻ്റെ യുക്തി അതിനെ ഫെയിൽ ചെയ്യുന്നത് അവിടെ ഭരണകൂടം ഇടപെട്ടാൽ മതി. ഇത് രണ്ടുമല്ലാതെ നാടകത്തിന് സത്യം പറഞ്ഞാൽ കാര്യമായ ഭരണകൂട സഹായം ആവശ്യമുണ്ട്. അതാണ് എനിക്ക് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഒരു വശത്തുനിന്ന് പറയാനുള്ളത്. താങ്ക് യു മാഡം. ഒരു കാര്യം സൂചിപ്പിക്കാനാണ്, ചോദ്യോത്തര പങ്ക്തിയൊന്നുമല്ല, ചോദ്യം ചോദിക്കാനാണ്. ചോദ്യമല്ല, സമയമില്ല. ഇവിടെ നാടകത്തിന് ഭയങ്കര പരിപോഷിപ്പിക്കണം, അല്ലെങ്കിൽ നാടകം നാട്ടിലുണ്ടോ എന്നുള്ള വലിയ ചർച്ചകളാണ് എല്ലായിടത്തും നടക്കുന്നത്. പക്ഷേ നാടകത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ മേഡം പറഞ്ഞതുപോലും ബൈജു മേരിക്കുന്ന് പറഞ്ഞതുപോലെ നാടകത്തിന് വേണ്ടി സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഞാനൊരു കാര്യം പറയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള മിക്ക ഹാളുകളും, ഇപ്പോൾ ഞാൻ കൊയിലാണ്ടിയിലാണ്, എനിക്കറിയാം കൊയിലാണ്ടി ടൗൺ ഹാളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സബ്സിഡി ഉണ്ട്. 10,000 രൂപയ്ക്ക് ടൗൺ ഹാൾ അനുവദിക്കുമ്പോൾ ഒരു നാടകം നടത്താൻ 50,000 രൂപ കൊടുക്കണം. അതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നാടകക്കാർക്ക് കിട്ടുന്ന പ്രോത്സാഹനം. ഇത് തീർത്തും ഒരു ഹിപ്പോക്രാറ്റിക് ആറ്റിറ്റ്യൂഡാണ് ഇവർ നടത്തുന്നത്. എന്തെങ്കിലും തൽക്കാല സമയത്ത് നാടകക്കാരെ ആവശ്യമുണ്ടെങ്കിൽ തെരുവ് നാടകം കളിക്കാനും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നാടകക്കാരെ നടത്താനും നവോത്ഥാന കേരളം ഉഴുതുമറിച്ച് നാടകക്കാരുടെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ രാഷ്ട്രീയക്കാർ വലിയ വായിൽ പ്രസംഗിക്കുക എന്നുള്ളതല്ലാതെ നാടകക്കാരൻ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് വേണ്ടി നാടകക്കാരൻ ഒരു ചെറിയ കൈസഹായം ചെയ്യുക. നമ്മളൊക്കെ അനുഭവിച്ച വലിയ വിഷമമുണ്ടായിരുന്നു കോവിഡ് കാലത്ത്. നാടകക്കാർക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്യാനില്ല. കണ്ടില്ലെന്ന് നടിക്കുന്ന ഏറ്റവും വലിയ ഒരു കപടത നമ്മുടെ ഇട്ട് മൂടുകയാണ്. ഇപ്പോൾ മനോരമ നടത്തുന്ന ഈ പരിപാടിയിൽ നാടകക്കാരെ വിളിച്ചതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. നേരത്തെ KLF നടത്തിയ ആദ്യത്തെ പരിപാടിയിൽ നാടക സാഹിത്യത്തെ മറന്നതാണ്. ഞങ്ങളന്ന് ഇവിടെ പ്രതിഷേധിച്ചതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ വർഷം അവർ ഉൾപ്പെടുത്തിയത്. ഇത് മനോരമ എന്തായിരുന്നാലും ആദ്യം ഉൾപ്പെടുത്തിയതിനെ വലിയ രീതിയിൽ അഭിനന്ദിക്കുന്നു. തീർത്തും നമ്മളെ സമൂഹം ഒട്ടനവധി നമ്മൾ ഉൾപ്പെടുന്ന ആളുകൾ, നാടകം കാണാനൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. ഞങ്ങൾ നുണ നാടകം കൊയിലാണ്ടി കളിച്ചത് 1000-500 ടിക്കറ്റ് വെച്ച് കളിപ്പിച്ചപ്പോൾ കാണാൻ ആൾ അധികമായിട്ട് നിർത്തിപ്പോയതാണ്. അത്രയും ആളുകളുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നാടകത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നാടകത്തിന് റിഹേഴ്സൽ സ്പേസ് ഉണ്ടോ? ഇവിടെ പുതിയങ്ങാടിയിൽ KT മുഹമ്മദിൻ്റെ പേരിൽ ഒരു റിഹേഴ്സൽ സ്പേസ് ഉണ്ട്. എന്താ അതിൻ്റെ സ്ഥിതി? താഴെ മാർക്കറ്റാണ്, അതിൻ്റെ മുകളിൽ ഒരു മനുഷ്യന് കയറാൻ കഴിയില്ല. ഈ കോർപ്പറേഷൻ അധികൃതർ എന്താ ചെയ്യുന്നത്? ടൗൺ ഹാൾ അടയ്ക്കരുത്, ടാഗോറും ടൗൺ ഹാളും കൂടി ഒന്നിച്ചടയ്ക്കരുതെന്ന് നമ്മളൊക്കെ പറഞ്ഞു. എന്തെങ്കിലും വില കേട്ടോ? ഏതെങ്കിലും പരിപാടികൾക്ക് എന്തെങ്കിലും ഒരു സ്പേസ് ഇപ്പോൾ കോഴിക്കോടുണ്ടോ? എല്ലാ നഗരസഭകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പഞ്ചായത്തുകളുടെയും ഒക്കെ സ്ഥിതി ഇതാണ്. പക്ഷേ നമുക്ക് വലിയ വർത്തമാനത്തിൽ നാടകക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം വേദികൾ ഉയർന്നു വരുന്നുണ്ട്. അത് വലിയ സന്തോഷം. നമ്മളെ ബൈജു മേരിക്കുന്ന് പറഞ്ഞ പോലെ ഇപ്പം ചിന്താവളപ്പല്ലേ നമ്മളെ തളിയിലെ കുളം, അവിടെ കുളം ഉണ്ടായിരുന്നു, കണ്ടംകുളം. ആ കുളം വറ്റിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ ആൾക്കാർ എതിരായിരുന്നതിന്. വറ്റിക്കുമ്പോൾ കോർപ്പറേഷൻ പറഞ്ഞത് അവിടെ നാടകം കളിക്കാനുള്ള ഒരു ഹാള് സ്ഥിരമായിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു നാടകം കളിക്കാൻ ഒരു സ്ഥിരമായൊരു ടൗൺ ഹാള് നമുക്ക് കിട്ടാറില്ല, ടാഗോർ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ഏതോ കരാറുകാർക്ക് കരാറ് കൊടുക്കുകയും ഭീകരമായ എക്കോ അല്ലെങ്കിൽ ഒരു നാടകം ഒരിക്കലും കളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നാടകത്തിലെ ശവപ്പറമ്പായി ഇത് മാറുകയും ചെയ്തത്. അതാണ് ഈ ഭരണകൂടം ചെയ്യുന്ന ഒരു വലിയ കാര്യം. കാരണം ശൈലജ നേരത്തെ പറഞ്ഞത് തന്നെ, നാടകമെന്ന് കേൾക്കുമ്പോൾ ഭയമാണ് ഭരണകൂടത്തിന്. അതുകൊണ്ട് തന്നെ നാടകക്കാരെ തിരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ അവർ സ്നേഹിക്കും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ വീട്ടിലിരുന്നോ, നാടകമൊന്നും കളിക്കണ്ട, വലിയ നാടകമൊന്നുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് തന്നെ മലയാളത്തിൽ പറയും. ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യാൻ
ഇപ്പം നാടക പോലെയുള്ള ഇവരുടെ കൂട്ടായ്മകൾക്കൊക്കെ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശാന്തൻ്റെ അസുഖ സമയം, മരണസമയം, ബേബിയുടെ മരണം, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിലൊരു വലിയൊരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട്, ഒരു നെറ്റ്വർക്ക്. അത് ഭാവിയിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനിടയാകുമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല നിങ്ങൾ എൻ്റെ പേരെന്താ? ഇവിടെ നാടകത്തിൻ്റെ ചർച്ച വെക്കണമെന്ന് ഞാനാണ് പറഞ്ഞത് സംഘാടകരോട്. ഞാനിതിൻ്റെ സംഘാടക സമിതിയിലുണ്ടായിരുന്നു. ആദ്യം മനോരമ ഇത് വിളിച്ച സമയത്ത് സംഘാടക സമിതിയിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കവികളുടെ ഇതുണ്ട്, കവിയരങ്ങ് ഉണ്ടാവും, നോവലുണ്ടാവും, ചെറുകഥ ഉണ്ടാവും, പെയിൻറ്റിങ് ഉണ്ടാവും, ഈവൻ കുക്കറി വരെ ഉണ്ട്, ഫാഷൻ ഷോ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, നാടകമില്ല. അപ്പോൾ നാടകത്തെപ്പറ്റി ചർച്ചയല്ല ഞാൻ അവരോട് ഉദ്ദേശിച്ചത്. മലബാറിൻ്റെ നാടക ചരിത്രം ഇവിടെ പ്രദർശിപ്പിക്കണം. KT-യുടെ നാടകം, അതുപോലുള്ള നമ്മുടെ മലബാറിൽ നിന്നുള്ള നാടക പ്രവർത്തകരുടെ ഫോട്ടോസ്, നാടകത്തിൽ സ്റ്റിൽസ്, നാടകത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളൊന്നും ഇവിടെ ഇരുത്താനല്ല ഞാൻ പറഞ്ഞത്. ഇതിനേക്കാൾ പരിചയസമ്പന്നരും അനുഭവസമ്പന്നരുമായിട്ടുള്ള നാടകക്കാരെ കോഴിക്കോടിലെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്. അത് അടുത്ത ഇതേ പരിപാടിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും സന്തോഷം. നാടകം വളരെ സജീവമാണെന്ന് ഈ ചർച്ച തന്നെ തെളിയിച്ചു. നാടകം നാട്ടിലുണ്ട് എന്ന് തന്നെ തെളിയിച്ച ഒരു ചർച്ചയാണത്. ജോയിയേട്ടൻ ആദ്യം പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ നാടകത്തോടുള്ള സ്നേഹം കൊണ്ടുള്ള ഒരു ഉത്കണ്ഠ കൂടിയാണ്. അതിപ്പം തെളിഞ്ഞു, കൃത്യമായും തെളിഞ്ഞു. ഏതായാലും എല്ലാവർക്കും നന്ദി, സന്തോഷം.